ഹലോ ഗൈസ്, ഈ ഓണം UAE മലയാളികൾക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഓണം ഫ്രൈഡേ ആണെന്ന് മാത്രമല്ല, അതിന് ഒപ്പം നബിദിനവും വന്നതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും ഹോളിഡേ ആണ്. അതുകൊണ്ട് തന്നെ വെള്ളി, ശനി, ഞായർ എന്നുള്ളൊരു ലോങ് വീക്കെൻഡ് എല്ലാവർക്കും കിട്ടി. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. യൂഷ്വലി ഓണം ഓഫീസിൽ സെലിബ്രേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഓഫീസിൽ വെറുതെ പടി ചെയ്യുന്നതിൻ്റെ ഇടയിൽ സെലിബ്രേറ്റ് ചെയ്യേണ്ട ഓണം ഇപ്രാവശ്യം എല്ലാവരും നല്ല രീതിക്ക് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. പലരും ഫ്രണ്ട്സിൻ്റെ വീട്ടിലും റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെയാണ് ഇപ്രാവശ്യത്തെ ഓണം പ്ലാൻസ്. ആൻഡ് എൻ്റെ പ്ലാൻ വെറും 2 ആഴ്ച മാത്രം പരിചയമുള്ള ഇവരുടെ കൂടെയാണ്. ബട്ട് റിയലി ഐ ഫീൽസ് ലൈക്ക് എ ഫാമിലി. ആൻഡ് ഇത് ഒരു ഓണത്തലേന്നാണ്. ഞങ്ങളെല്ലാവരും കറിയൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നേക്കാണ്. ഞങ്ങളൊന്നും വാങ്ങിക്കുന്നില്ല. വി ആർ ഓൾ പ്രിപ്പയറിങ് ദിസ്. പക്ഷെ മെയിൻ ഷെഫ് തോംസൺ ചേട്ടനും അമല ചേച്ചിയുമാണ്. ഞങ്ങളെല്ലാം അരിഞ്ഞു കൊടുക്കലും ബാക്കി ഹെൽപ്പും മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു 9 മണിയായപ്പോൾ, ഉത്രാടത്തലേന്ന് 9 മണിയായപ്പോൾ ഞങ്ങൾ തുടങ്ങിയ പ്രിപ്പറേഷൻസ് 4 മണി വരെ നീണ്ടുന്നു. 2 മണി വരെ എനിക്ക് പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ, പക്ഷേ അവരത്രയും ചെയ്തട്ടോ. അങ്ങനെ ഒരാളും കൂടി വന്നിട്ടുണ്ട് ഹെൽപ്പിന് വേണ്ടിയിട്ട്. ഇവരാണ് മെയിൻ പാത്രം കഴുകുന്ന ടീം. കൊള്ളാലേ, എന്തൊക്കെ കാര്യങ്ങളാ. ഞാൻ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. ജനിച്ച് ഇത്രയും കഴിഞ്ഞ കൊല്ലം വരെ വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്തിരുന്ന ഓണം ഇപ്പതേ ഒരു പരിചയമില്ലാത്ത നാട്ടിൽ ഒരു പരിചയമില്ല ആൾക്കാരുടെ കൂടെയാണ്. പക്ഷെ ഇപ്പോൾ ഇവരൊക്കെ എൻ്റെ ഫാമിലി പോലെ കേട്ടോ. ദിസ് ഇസ് സോ സ്പെഷ്യൽ. ആദ്യമായിട്ട് വന്ന ഓണത്തിന് ഇത്രയും സ്പെഷ്യലാക്കാൻ സഹായിച്ച എല്ലാവരോടും ഒരുപാട് നന്ദി. അല്ലെങ്കിൽ വെറുതെ റൂമിലിരിക്കേണ്ട ഞാൻ ഇപ്പതേ ഉത്രാടത്തലേന്ന് ഹെൽപ്പ് ചെയ്യുന്നു. ഈശ്വര, ഓണത്തിന് ഇത്രയും കറികൾ ഉണ്ടാക്കാൻ ഇത്രയും ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഓ മൈ ഗോഡ്, മമ്മി ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഐ വാസ് ലൈക്ക്, ഇത് ഇത്രയും ടൈം എടുക്കുമല്ലേ ഓരോന്ന് ഇങ്ങനെ ആയി വരാൻ. ഇവർ 2 പേരുണ്ടായിട്ട് തന്നെ ഇത്രയും പണിയെടുത്തെങ്കിൽ മമ്മി ഇങ്ങനെ ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്തിരുന്നേ. കൊള്ളാം. അപ്പം അത്രയ്ക്കുള്ളൂ. ബൈ ബൈ, നാളെ കാണാം.